അവിടെയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വിശന്നാക്കി വരുന്നത്. ആ സമയത്താണ് അമ്മമാർ വയ്ക്കുന്ന ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കരിമീനാണോ? കരിമീനാണ് വെട്ടുന്നത്. കരിമീനാണ്. എന്താണ് സ്പെഷ്യൽ? കരിമീനാണോ സ്പെഷ്യൽ? കരിമീൻ, ചെമ്പല്ലി, കൊഞ്ച് ഫ്രൈ. കൊഞ്ച് ഫ്രൈ. അച്ചാറിനാണോ? അതെ അതെ, കറിക്കാണോ? അച്ചാറിനാണ്. അച്ചാറിനാണോ? നമസ്കാരം. അധികമാരും അറിയപ്പെടാത്തൊരു സ്ഥലമാണിത്. പണയക്കടവ് പാലം എന്ന് പറയും. ഇപ്പോൾ അടുത്ത കാലത്താണ് പാലമൊക്കെ വന്നത്. ഇത് വർക്കലയ്ക്ക് അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരുപക്ഷെ അധികം ആർക്കും അറിയില്ല. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ അക്കരെ, നമ്മൾ നേരെ അക്കരെ ഇപ്പോൾ ഒരു തുരുത്തുണ്ട്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് അമ്മമാരോട് സംസാരിച്ചത് അങ്ങനെ അവർ വേറെ ഇവിടെ നിന്നൊക്കെ വന്നതാണ്, ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇതുവരെ, കാരണം അത്രയും ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. നമുക്കിവിടെ ബോട്ട് സർവീസുണ്ട്, റിസോർട്ട്സിലുണ്ട് അപ്പുറത്തൊക്കെ. പക്ഷേ ഇതുവരെ അങ്ങനെ ആർക്കും അറിയില്ല. ഇതിലും ചേട്ടാ വരാറുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇവിടെ? വരാറുണ്ടോ? ഓ, ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ആണോ? ഇവിടെ ആൾക്കാർ വരാറുണ്ടോ? ഒരുപാട് പേരൊക്കെ വരാറുണ്ട്. എങ്ങനെ ബോട്ടൊക്കെ നിങ്ങൾ എത്ര കാശൊക്കെ വാങ്ങിക്കുന്നത്? ബോട്ടൊക്കെ പല ബോട്ടിനും പല റേറ്റാ. പല ബോട്ടിനും പല റേറ്റാണ്. ചെറിയ ബോട്ടിന് റേറ്റ്, വലിയ ബോട്ടിന് വേറെ റേറ്റ് ആണ്. ഈ വരുന്നവരൊക്കെ ബോട്ടൊക്കെ എടുക്കാറുണ്ടോ? ഓ, എടുക്കാറുണ്ടല്ലേ. എടുക്കാറുണ്ടല്ലേ? ഈ തുരുത്ത് കറങ്ങി വരുമല്ലേ പോയിട്ട്? ഓ, തുരുത്ത് കറങ്ങി വരും. 2 മണിക്കൂർ അല്ലേ? ഒരു പാക്കേജ് കണക്കാ. 2 മണിക്കൂർ, 3 മണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെയൊക്കെ വരും. ശരി കേട്ടോ. ചേട്ടാ, ഈ അമ്പലത്തിൽ ആൾക്കാർ വരാറുണ്ടോ? ഈ അമ്പലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും വെള്ളി, ശനി, ഞായർ ആ ദിവസങ്ങളിൽ കൂടുതലും സൗത്ത് ഇന്ത്യൻ ആൾക്കാരാണ് കൂടുതൽ വരുന്നത്, ടൂറിസ്റ്റുകൾ വരുന്നത്. അല്ലാതെ രാവിലെ വൈകുന്നേരം അമ്പലം തുറക്കും. ആ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ തിരക്കി പിടിച്ച് വരുന്നുണ്ട്. കാരണം വെച്ചാൽ വളരെ അപൂർവങ്ങളിലാണ് ഇങ്ങനെ ഈ ഒരു ദ്വീപിൻ്റെ അകത്തൊരു ശിവ പാർവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ അപൂർവങ്ങളിലാണ്. അപ്പോൾ അത് തിരക്കി പിടിച്ച് വരുന്നുണ്ട് ആൾക്കാർ. അത് മാത്രമല്ല, ഇതൊരു വളരെ സുന്ദരമായ സ്ഥലമല്ലേ ഇത്? പ്രകൃതി ഭംഗി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് വലുതായിട്ട് പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് വല്ല തിരക്കി പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഗൂഗിളിൽ ഒരുപാട് ബോട്ട് ക്ലിപ്സൊക്കെ ഇവിടെ ഉണ്ട്. കയാക്കിങ്ങിനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ബോട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാരെ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, സജസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. ഗവൺമെൻറ് സപ്പോർട്ടൊന്നും ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് വരുവാ. ഞാൻ ഹരിപ്പാടാണ് താമസിക്കുന്നത്. പിന്നെ മോളെ അയച്ചത് ഇവിടെ, അപ്പം ഇവിടെ വന്ന്. ഒരുപാട് ദൂരെ പോകണ്ടേ? തുരുത്തി പോകണ്ടേ? അതെ. ഇത് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ വന്നത്. അമ്മ എങ്ങനെയല്ലേ അമ്മ? ഭഗവാനെ വിശ്വാസം ഇല്ലാത്ത ആരാണ്? ആദ്യമായിട്ടാണ് തുറന്നിരിക്കുന്നു. അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ്. നമ്മളാദ്യമായിട്ട് വരുവാ. ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലാണ്. പണ്ട് ഒരിക്കലും ഞാൻ വന്നപ്പോൾ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. കായൽ മീൻ, ഒരുപാട് കായൽ മീൻ കിട്ടുന്ന അല്ലേ അമ്മ? എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കരിമീനാണോ? കരിമീനാണ് വെട്ടുന്നത്. കരിമീനാണ്. എന്താണ് സ്പെഷ്യൽ? കരിമീനാണോ സ്പെഷ്യൽ? കരിമീൻ, ചെമ്പല്ലി, കൊഞ്ച് ഫ്രൈ. മാത്രമേ ഉള്ളൂ ഇവിടെ? ഓ, 3 ആവശ്യക്ക് ടൂറിസ്റ്റുകൾ വരാറുണ്ടോ അങ്ങോട്ട്? വരാറുണ്ട്. ഭക്ഷണം കഴിക്കും. ഓ, എങ്ങനെയാണ് മീൻ്റെ റേറ്റ് ഒക്കെ? എങ്ങനെയാണ് മീൻ്റെ റേറ്റ്? കൊഞ്ചൊരു പ്ലേറ്റ് 300, ഞണ്ടൊരു പ്ലേറ്റ് 300. കരിമീൻ സൈസ് അനുസരിച്ചാണ് വില. ആണല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സഞ്ചാരം കിട്ടുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. കിട്ടില്ല ഫുഡ് കിട്ടും. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചാച്ചി എന്താ ചെയ്യുന്നേ? എന്ത് അച്ചാറിനാണോ? കറിക്കാണോ? അച്ചാറിനാണ്. ശരി. നമ്മളെ മക്കളൊക്കെ ഉണ്ട്. ഡേയ്, എന്ത് ചെയ്യണ്? സുഖം തന്നെ? അമ്മ
ഇവിടെ എത്ര മണിക്ക് ഊണ് തുടങ്ങും? ആ ചോറൊക്കെ ആയല്ലോ. 12:30 12 ഊണ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. എല്ലാ മീൻ വിഭവങ്ങളാണ്, എല്ലാം കായലിലേ, എല്ലാം കായലിലെ സാധനമാണ്. ഇറച്ചിയൊന്നുമില്ല. ഇല്ല, ഇറച്ചി വേണോന്നുള്ളവർക്ക് വെച്ചു കൊടുക്കും. പറഞ്ഞ മുമ്പേ കുട്ടി പറയണം, എനിക്ക് വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇല്ല, അല്ല മീൻ കായലിൽ മീൻ തന്നെ, എല്ലാം കായലില്ല, എല്ലാം കായലിലെ തന്നെ. ഞാനത് പറയുന്നത് കാര്യം, എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാനിവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എന്താ പറയുക, നമ്മൾ ഈ വന്ന് ഇവിടെ ബോട്ടൊക്കെ എടുത്ത് അവിടെയൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വിശന്നാക്കി വരുന്നത്, ആ സമയത്താണ് ഈ അമ്മമാർ വയ്ക്കുന്ന ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷനൊന്നുമല്ല. ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഞങ്ങളിവിടെ വന്നു. കാരണം മുൻപ് ഒരിക്കൽ വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം വർക്കലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പണയക്കടവ് പാലത്തിനടുത്തുള്ള ഇത്രയും മനോഹരമായ സ്ഥലം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഒരിക്കലും അത് വന്ന് നോക്കുക, അപ്പോഴേക്കും മനസ്സിലാവും ഇതിൻ്റെ സൗന്ദര്യം എന്താണ്. എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.